പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സന്തോഷമായിരിക്കുന്നല്ലോ. മരുഭൂമി പ്രയാണത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ പതറിപ്പോയി, കിതച്ചുപോയി, അവശനായി മരുഭൂയാത്രയിൽ പട്ടുപോയ അനേകർ ഈ മരുഭൂയാത്രയിൽ നിന്റെ യാത്രയ്ക്ക് ശുഭത നൽകുവാൻ, ഈ യാത്രയിൽ നിനക്ക് ശക്തി പകരുവാൻ, പ്രതീക്ഷ അറ്റുപോകുന്ന അനുഭവങ്ങൾ, സന്ദർഭങ്ങൾ, അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ഭവിച്ചിരിക്കുമ്പോൾ ആരും ആശ്രയമില്ലാതെ മരുഭൂമിയിൽ തകർന്നു പോകും എന്ന് ചിന്തിച്ചപ്പോൾ മുന്നോട്ടുള്ള വഴിയുടെ പ്രയാണം അറിയാൻ കഴിയാതെ, മരുഭൂമിയിലൂടെയുള്ള നടപ്പാണ്, പക്ഷെ ഇതെങ്ങോട്ടാ പോകുന്നത് എന്ന് ലക്ഷ്യമറിയാൻ കഴിയാതെ നീയായിരിക്കുമ്പോൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയാം, ഈ മരുഭൂമിയിലൂടെയല്ലേ അബ്രഹാം ഹാഗാറിനെയും പൈതലിനെയും പറഞ്ഞു വിട്ടത്? ഈ മരുഭൂമിയുടെ മധ്യത്തിലല്ലേ ഹാഗാറിൻ്റെ പൈതലിന് വേണ്ടി നീരൊഴുക്കിനെ നൽകിയവൻ? ഈ മരുഭൂമിയിലൂടെയല്ലേ മോശ തൻ്റെ ജനത്തെ നടത്തിയത്? പല പ്രാവശ്യം മന്നയും കാടപ്പക്ഷിയും തീക്കൽ പാറയുന്ന വെള്ളവും അഗ്നിസർപ്പത്തെയും ഒക്കെ കണ്ടതും അനുഭവിച്ചതും നേരിട്ടതും ഈ മരുഭൂപ്രയാണ യാത്രയിലല്ലേ? യേശു തൻ്റെ ശുശ്രൂഷയുടെ തുടക്കത്തിൽ മരുഭൂമിയുടെ അവസ്ഥയിലൂടെ കയറി ഇറങ്ങിപ്പോയില്ലേ? അവൻ കാട്ടുമൃഗങ്ങളോടൊപ്പം പാർത്തില്ലേ? അതേ പ്രിയപ്പെട്ടവരെ, മരുഭൂമിയുടെ ഏതവസ്ഥയിലും മന്നയും കാടപ്പക്ഷിയെയും തീക്കൽ പാറയിൽ നിന്ന് വെള്ളവും, അവനൊരുക്കിയ ജലം, അവനൊരുക്കിയ നീരൊഴുക്ക് നിനക്ക് അനുഗ്രഹമാകാതിരിക്കത്തില്ല. ഇന്നു പകൽ ഈ മരുഭൂയാത്രയിൽ നിന്നെ വിളിച്ചിറക്കിയിട്ട് അവൻ തകർത്ത് കളയത്തില്ല. ഈ പകൽ നീ വിശ്വസിക്കൂ, നിന്റെ കരത്തിൽ അവൻ പിടിച്ചിട്ടുണ്ട്. ഈ മരുഭൂയാത്രയിൽ നീ തകർന്നു പോകത്തില്ല. എൻ്റെ ജീവിതം ഇവിടെ കൊണ്ട് അവസ്തമിച്ചു, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. കർത്താവ് നിന്റെ കൈ പിടിച്ചിട്ടുണ്ട്. ധൈര്യമായിരിക്കുക. ഈ പ്രഭാതത്തിൽ മരുഭൂയാത്രയിൽ അതികഠിനമാണ്, എന്നാൽ നിന്നെ നടത്തുന്ന ഒരുവൻ നിന്റെ മുന്നേ നടക്കുന്നു. ഗോഡ്